ഇപ്പം ഞാനിന്ന് കപ്പലണ്ടി പോച്ച പറിക്കുന്നത് കാണിക്കാൻ പോവുകയാണ്. പിന്നെ അതിനോടൊപ്പം ഞങ്ങൾ താമരയുടെ പൂവ് കാണിച്ചായിരുന്നല്ലോ വെളുത്തത്. അപ്പോൾ അതെല്ലാവരും പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒറിജിനലാണെന്ന് ഞങ്ങൾ കാണിക്കാൻ ഞങ്ങൾ പറിച്ചെടുത്തു വന്നു. ഹായ്, അപ്പം നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ താമരത്തോട്ടം ഉള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് പറിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സംശയം അങ്ങ് മാറ്റിത്തരാം. നോക്കി നടക്കണം. ഇവിടെ എരുമയൊക്കെ കൊണ്ടിരുന്നുണ്ട്. അല്ല, അതുകൊണ്ട് ഇപ്പം നടക്കാം. അവർ ക്ലീനാക്കി ഒരു വിധം. മറ്റേ ഇങ്ങോട്ടൊന്നും കയറാനൊക്കെ പറ്റില്ല, കാടായി. വിളിക്കുന്നുണ്ടോ? ഇതാണ് അവിടെ താമരത്തോട്ടം. ഇവിടെ ഞങ്ങൾ താമര പറിക്കുന്നത് കണ്ട. ഇടയ്ക്കൊക്കെ ചുമലകളും ഉണ്ട്. അവിടെ വെള്ളം മുട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ട് കൊറേ എല്ലാരും പറിച്ചിട്ടൊക്കെ പോയോണ്ടേ. എന്നാലും ഒരു വീഴും. അടുത്തോട്ട് ഇന്ന് കാണിച്ചു തരാം. താമരയുടെ മുട്ടാണ്. പൂവൊക്കെ എല്ലാവരും പറിച്ചുകൊണ്ട് പോയി. അതാണതോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങ് ദൂരെ കണ്ടോ വെളുത്തിരിക്കുന്ന പൂവാണിത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒത്തിരിയും പേര് പറിച്ചതാണ്. ഇനിയിപ്പോൾ ആ കാണുന്ന കുറച്ച് മുട്ടൊക്കെ ഉള്ളു. അപ്പം ഇത് റബ്ബറല്ല, നമ്മുടെ റിയൽ വെള്ളത്താമരയാണ്. എന്താണ് എല്ലാവർക്കും വെള്ളത്താമര കാണുമ്പോൾ റബ്ബറായിട്ട് തോന്നുന്നതെന്ന് അറിയത്തില്ല. ആരും വിശ്വസിക്കുന്നില്ല. പലർക്കും സംശയമാണ്. പിന്നെ നമ്മൾ കണ്ട് ഇത്രയും ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടത്തൊക്കെ കുറേ പറിച്ചു. ഇനി ഇവിടൊക്കെ ഉള്ള വേണ്ട കുറച്ച് മുട്ടൊക്കെ ഉള്ളത്. നമുക്ക് അത്തപ്പൂടുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. നോക്കാം. എന്തായാലും അമ്മ കൊട്ടയൊക്കെ ആയിട്ടിരിക്കുന്നു. ഞാൻ ഈ വീഡിയോയ്ക്ക് മുന്നിൽ വരണമെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. വരാം, ഒരു ദിവസം വരാം. ഒറ്റ പറിക്കുന്ന റിസ്ക്കാണ്. എലിയന്തുക്കളുണ്ട് നല്ലപോലെ. അത് ഞങ്ങൾ പിന്നെ അങ്ങ് മടിക്കുന്ന ഇപ്പം ഇങ്ങോട്ട് വരാനേ. ഇവിടെ കണ്ടോ, ഇത് ഇത്ര നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ കാടാണ്. ഫുള്ള് കാടായി. കണ്ടോ? എന്തായാലും നോക്കാം. കുറച്ചൊന്നും അമ്മ പറിച്ച് കാണിക്കും, പിന്നെ ഞാൻ ചെയ്യാം. ഞാൻ അവിടെ തൊട്ടൊക്കെ അങ്ങ് ഇറങ്ങി നിൽക്കും. ഇറങ്ങി നിന്നിട്ടാണ് പറിച്ചു കൊടുക്കുന്നത്. എല്ലാരും പേടിപ്പിക്കാൻ തുടങ്ങി, ഇറങ്ങരുതെന്നും പറഞ്ഞു. പക്ഷെ പിച്ചിട്ട് രണ്ടെണ്ണം ഒന്ന് കാണിക്കണമേ. ഇത് നമ്മൾ ഒത്തിരിയും കാണിച്ചു. പക്ഷെ സ്റ്റിൽ കുറേ പേർക്ക് ഇപ്പോഴും സംശയമാണ് ഏതാണ്. പുതിയ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കുന്നതാണ്ട്. ഇതാണ് കപ്പലണ്ടി പോച്ച. കപ്പലണ്ടി പോച്ച നമ്മൾ കുളച്ചീര എന്നും പറയും. കാണാൻ ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതാ, ഇത് കണ്ടോ? ഇവിടെ ഫുള്ള് ഇതുണ്ട്. വ്യക്തമായിട്ട് കാണിക്കുക. സൂം കുറച്ച് മാറ്റി പിടിച്ച് കണ്ടോ? ഇത് ഇങ്ങനെ ഒരുപാട് പുല്ലൊക്കെ പിടിക്കുന്നിടത്ത് കൊണ്ട് കുറച്ച് നനവാംശമൊക്കെ ഉള്ളിടത്താണ് കൂടുതലും. അപ്പം അമ്മ ഒന്ന് പറിക്കുകയാണ്. അമ്മ ഇങ്ങനെ അതിൻ്റെ മണ്ടഭാഗം മാത്രം ഇങ്ങനെ കിള്ളിയെടുക്കും. ഞാൻ പറിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് അങ്ങ് ഇറങ്ങും. ആ ഏരിയ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങ് പറിച്ചു കൊടുക്കും. ഒരുപാട് ഒരുപാട് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാലിലൊക്കെ മുറിവുണ്ടെങ്കിലേ അതുകൊണ്ട് പേടിച്ചാണ് നമ്മൾ. ശേഷം നമുക്ക് ഇവിടെ കൂടുതലും നമ്മുടെ ഏരിയ കണ്ടപ്പറമ്പായതുകൊണ്ട് കൂടുതലും നമുക്ക് കണ്ടത്തിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്.
കണ്ടില്ല, അവിടെയൊക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളൂ. ഇതൊരു നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ആണ് ഈ ഒരു വസ്തു എന്ന് പറയുന്നത്. പുള്ളി വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പം മഴയായപ്പോഴത്തേക്ക് ഫുള്ള് കയറി. ഇവിടെയൊക്കെ പുള്ളിക്കാരൻ വന്നിട്ട്, മാമൻ വന്നിട്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്തതായിരുന്നു. അപ്പം നമുക്ക് നടക്കാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം മഴ ആയപ്പോഴത്തേക്ക് ഫുള്ള് കയറി പുല്ലെല്ലാം. വെള്ളം കയറി. വെള്ളം ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. എന്നും പൂച്ചക്കുട്ടന്മാർ കൂടെ വരും. ഇന്ന് കിടന്ന് ഉറങ്ങുവാണ്. മറ്റേ അവരായിരുന്നു ഞങ്ങളുടെ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. അവരെ ഉറക്കം വിളിച്ചിട്ട് വന്നില്ല. കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞല്ലേ അമ്മ? കുറഞ്ഞെന്നാലും ഇനി അതോട്ട് ഇറങ്ങാൻ വെക്കൂ. നോക്കാം, അവിടെ പോയിട്ട് എടുക്കാം. ഞങ്ങൾ അവിടെ ആണ് പോയി പറിക്കുന്നത് കേട്ടോ. ഞങ്ങൾ എന്നാ പറിക്കട്ടെ. എൻ്റെ ഇത്ര നിറച്ച് ഇനി ഞാനിവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. ഒരു കൊട്ടയായിട്ട് ഞങ്ങൾ പോകും. അതാ, എങ്ങനെയൊക്കെ നമ്മൾ പറിക്കും. അപ്പം ഞങ്ങൾ ഇത്രയും പോച്ച പറിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഈ വനത്തിനകത്ത് നിന്ന് പറിച്ച പോച്ച. കുറച്ചുകൂടെ പറിക്കാൻ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടി വരും. പക്ഷെ ഇന്നിപ്പോൾ സന്ധ്യയായി. ഇപ്പം ഇനിയിപ്പം എഴേന്തുക്കളൊക്കെ ഇറങ്ങുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് ഞങ്ങളങ്ങ് കയറി. അവിടെ കണ്ട അങ്ങൊക്കെ പോയെന്നാ പറിച്ച്. ഇന്ന് പറിക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നു. ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കാണിക്കും. ഇവിടെ അതിൻ്റെ തുമ്പെല്ലാം കൂടെ അത്രയും പറിച്ച്. ഇതാണ് ഇനി ഡൗട്ട് ചോദിച്ചായി എങ്ങനെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതാണ് കപ്പലണ്ടി പോച്ച. ഇപ്പം മനസ്സിലായല്ലോ. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. അപ്പം അതൊക്കെ സൂക്ഷിച്ചാണ്. എന്നാ വീട് ചെന്നിട്ട് എടുക്കാം ബാക്കി. ഇതാണ്ട് ഇങ്ങനെയാണ് ഞാൻ കപ്പലണ്ടി പോച്ച അരിയുന്നത്. തന്നെ കത്രിക കൊണ്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെ 2 പാത്രത്തിലായിട്ട് നിറച്ച് അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. കുറച്ച് മെനക്കെട്ടാ മതി. അവർക്ക് ഇതുപോലുള്ള കൂട്ടി കിടക്കുന്നതുകൊണ്ടേ കൊത്തിപ്പറിച്ച് തിന്നാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞ് അങ്ങ് കൊടുക്കണം. അരിഞ്ഞ് കൊടുത്താൽ ഈ 2 പാത്രം നിറയും കാണും. ഒരു കൂട്ടർക്ക് ഈ പാത്രം, ഒരു കൂട്ടർക്ക് ആ പാത്രം. ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി, എളുപ്പമാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി പറയാൻ ഞാൻ പോവുകയാണ്. ഇപ്പോൾ എന്നോട് ഇതുപോലെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ഞാൻ ഗോതമ്പ് മുളപ്പിച്ചാണോ കൊടുക്കുന്നത് ചോദിച്ചു. അല്ല, ഗോതമ്പ് അല്ലാതെ തന്നെ കൊടുക്കുകയാണ്. അപ്പം ഗോതമ്പ് ഇവർക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഗോതമ്പ് തീർന്നു. അപ്പോൾ ഇനി ഓണമൊക്കെ ആണ്ട് റേഷൻ കടയിൽ നിന്ന് ഓണം കഴിഞ്ഞാൽ ഗോതമ്പ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഗോതമ്പ് കൊടുക്കുന്ന വീഡിയോ എടുത്തിടാൻ ഗോതമ്പ് കിട്ടുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ 45 ദിവസമായ കോഴി മേടിച്ച് അത് മുട്ടയിടുന്ന വരെയുള്ള 45 ദിവസമായി മേടിച്ച കോഴിയെ അത് വളർന്നു വന്ന് അത് മുട്ട ഇടുന്ന വരെയുള്ള വരവ് ചെലവ് പറയണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പറയാമെന്ന് പറഞ്ഞാൽ 45 ദിവസമാണെന്ന് പറയുമ്പോൾ 1.5 മാസം പ്രായമല്ലേ ആയുള്ളൂ. പിന്നെ നമ്മൾ 3 മാസം കൂടെ അവരെ തീറ്റണം. അപ്പോൾ ആ ഒരു സമയം നമുക്ക് വളരെ നഷ്ടമുള്ള സമയവും. പിന്നെ അവർ മുട്ട ഇടാൻ തുടങ്ങി കഴിയുമ്പോഴും ആരംഭത്തിലൊക്കെ നമുക്കൊരു നഷ്ടം വരും. ഒരു 50 കോഴി, ഒരു 100 കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടും. ഒരു 25 കോഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലാഭമേ കിട്ടത്തുള്ളൂ. കാരണം പകുതി അവർക്ക് തീറ്റിക്ക് പോകത്തില്ല, നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 50 കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി കോഴിയുടെ മുട്ടയുടെ കാശ് നമുക്ക് എടുക്കാം, പകുതി അവർക്ക് ചിലവാകത്തുള്ളൂ. പിന്നെ നമ്മൾ ഗോതമ്പ് കൊടുക്കുകയോ പോച്ച കൊടുക്കുകയോ അങ്ങനെ കൈത്തീറ്റകളൊക്കെ കുറച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലാഭം കിട്ടും. പിന്നെ എന്നും മുട്ടയിടും VV3 കോഴിയാകുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഒരു ലാഭമുണ്ട്. ഈ VV3 80 ഒറിജിനലാണോ ഞാൻ മേടിച്ചതെന്ന് ഒരു ആളിങ്ങനെ കമ്മ്യൂണിറ്റി ചോദിച്ചായിരുന്നു. അപ്പോൾ VV3
ഒരൊറ്റ ഐറ്റം കോഴിയേ ഉള്ളൂ. അതേവരെയാണ് ഇവർ ഒറിജിനൽ തന്നെയാണ്. ഈ പുള്ളിയാണെങ്കിൽ 10-15 വർഷം കൊണ്ടേ BB380 കോഴിയെ വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള 2-3 പേര് 5-6 വർഷം കൊണ്ടേ ഈ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് കോഴിയെ മേടിക്കുന്നതും വളർത്തുന്നതും മുട്ടയെടുക്കുന്നതും. അപ്പോൾ ആ ഒരു ഉറപ്പും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് കോഴിയെ മേടിച്ചതും വളർത്തുന്നതും. എനിക്കിപ്പം എന്നും 48-50 മുട്ട വെച്ച് കിട്ടും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇപ്പം ലാഭം എനിക്ക് നല്ലപോലെ കിട്ടി തുടങ്ങുന്നുണ്ട്. ഇടാൻ തുടങ്ങിയപ്പോൾ നേരത്തെ മറ്റവർ മാത്രമായപ്പോൾ ഇവർക്കൂടെ തീറ്റി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമായിരുന്നു. വലിയ ലാഭമൊന്നുമില്ല. വീട്ടിൽ എടുക്കുന്ന കുറച്ച് മുട്ടയുടെയൊക്കെ ഒരു ലാഭമേ ഉള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ലപോലെ ലാഭമുണ്ട്. കാരണം ഞാനിപ്പോൾ ചാക്കോടാണ് തീറ്റി എടുത്ത് വെച്ചേക്കുന്ന 50 പേരായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഗോതമ്പ് കൊടുക്കും. ആഴ്ച ഒരു ദിവസം ഞാൻ കുറച്ച് അരിയും കൊടുക്കും. റേഷനരി കിട്ടുന്നുണ്ട്, അതും കൊടുക്കും. പിന്നെ പോച്ച യഥേഷ്ടം കൊടുക്കും. പോച്ച ഉച്ച സമയത്താണ് കൊടുക്കുന്നത്, രാവിലെയും വൈകിട്ടും ലെയർ മാഷ്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പോച്ച കൊടുക്കാമെങ്കിൽ. അപ്പം വളർത്തുന്നെങ്കിൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ വളർത്തണം. 1.5 വർഷം മുട്ട ഇടുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അവരെ നമുക്ക് ഇറച്ചി വിലയ്ക്ക് വിൽക്കാം. അതുപോലെ ഈ കൂടിൻ്റെ വില ചോദിച്ചായിരുന്നു. ഈ കൂടിൻ്റെ വില 13,000 രൂപ. 25 കോഴി ഇടുന്ന കൂടിൻ്റെ ഈ വില 13,000 രൂപ. അപ്പോൾ 50 കോഴി ഇടുമ്പോൾ അതിൽ കൂടും. അത് പിന്നെ 10 കോഴിയാണെങ്കിൽ അതിൽ കുറയും. അത് പിന്നെ നമ്മളാ മേടിക്കുന്നതനുസരിച്ചിരിക്കും. അപ്പം നാടൻ കോഴിയേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇവരെ വളർത്തുന്നതാണ്. ഇന്ന് പ്രധാനമായിട്ട് ഞാൻ BB380 കോഴി നഷ്ടമോ എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനും പറയാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ നമുക്ക് ഏറ്റവും ഉത്തമമായത് BB380 വളർത്തുന്നതാണ്. ഞാനാണെങ്കിൽ നാടൻ കോഴി, ഗിരിരാജൻ കോഴി, താറാവ്, കാപ്പിരിക്കോഴി, ഗ്രാമശ്രീ, പിന്നെ വേറൊരു സൈസ് കോഴി ഞാൻ വളർത്തിയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പേരാണുള്ളത്. ഗിനിക്കോഴിയെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് റോഡി തമിഴരുടെ കയ്യിൽ നിന്ന് മേടിച്ചത് നല്ല കാലിന് പൊക്കോക്കളും. അതുങ്ങൾ നല്ലപോലെ മുട്ടയിടുന്ന കോഴികളായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ട്. അന്നെന്ന് പറയാൻ ഞാൻ വലയിലിട്ടും കോഴിക്കൂട്ടിലും ഒക്കെ ഇട്ട് വളർത്തിയിട്ടുള്ളത്. അവരിൽ നിന്നും അത്ര മുട്ടയൊന്നുമില്ല. ഒരു 2 ആഴ്ച മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച മുട്ട എടുത്തില്ല. ചില അടയിരിക്കും, ചില അടയിരിക്കത്തില്ല. അങ്ങനെ കുറേ വർഷം അങ്ങനെ. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ട് വളർത്തി ഗോതമ്പ് കൊടുക്കും. നമുക്ക് കൈത്തീറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ലാഭമുണ്ട് കേട്ടോ. മുട്ട കുറച്ച് കിട്ടിയുള്ളൂ. പിന്നെ അതിനുശേഷം അതിൽ നിന്നൊരു ഇഷ്ടം തോന്നിയത് കാരണം ഞാൻ ഇങ്ങനെ ഒരു കൂട് കെട്ടിയത്. ഈ കൂട് കെട്ടിയതിനകത്ത് ഒരു 100 കോഴിയെ ഞാൻ വളർത്തി. അതാണെങ്കിൽ നാടൻ കോഴിയായിരുന്നു മൊത്തം. പക്ഷേ ഒരു പ്രയോജനം എനിക്കുണ്ടായില്ല. പക്ഷേ അപ്പോഴത്തേക്ക് അവർ പരസ്പരം കൊത്താനും മുട്ട പൊട്ടിച്ച് കുടിക്കാനും ഭയങ്കര നഷ്ടമായിരുന്നു. ഇവർ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ എനിക്ക് അവരെ പെറുക്കി കൊടുത്ത് കാശ് മേടിക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ അത് സങ്കടത്തോടെ അവസാനം ഞാൻ കാവലിരുന്ന് വരെ കൊട്ടയ്ക്കകത്ത് ഓരോരുത്തരെ സംശയമുള്ളവരെ നോക്കി ഇട്ട് മുട്ട എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെയായി ഞാനൊരു 2 വർഷം കോഴിയെ വളർത്തൽ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് പരിചയമുള്ള കുറച്ച് പേര് ഇതുപോലെ 5-6 വർഷം കൊണ്ട് ഈ BB380 വളർത്തുന്നുണ്ട്. ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്നും പറഞ്ഞു. വളരെ ലാഭമാണ്. വർഷത്തിൽ 300 മുട്ടയിടും. ഒരു വർഷമല്ല, 1.5 വർഷം. 1.5 വർഷം വരെ നല്ലപോലെ ഒരു മുട്ടയിടും. പിന്നെ അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ ഒരു കോഴിയാണ് 300 മുട്ട ഇടുന്നത്. ഒരു കോഴിയാണ് 300 മുട്ട കേട്ടോ. പിന്നെ അത് ഒരു വർഷം, പിന്നെ അര വർഷം പിന്നെ കിടക്കും, അന്നേരം ഇടും. പിന്നെ അങ്ങോട്ടുള്ളത് കുറച്ചൊക്കെ ഉള്ളൂ. അതുപോലെ ഇവർക്ക് പൂർണ്ണമായിട്ടും വെയിറ്റ് വെക്കാൻ പാടില്ല. കാരണം ഇവരെ അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന കോഴിയല്ല. ഇവരെ മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള കോഴികളാണ്. നമ്മൾ കുറച്ച് മരുന്നുകളും ഒക്കെ നോക്കി ശ്രദ്ധിച്ച് നല്ല വൃത്തിയായിട്ട് അവരെ ഇട്ട് നല്ല വെള്ളങ്ങളും ഒക്കെ കൊടുത്ത് വളർത്താമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭം ഇതാണ്. അതുപോലെ അവർക്ക് തീറ്റയും കുറച്ച് മതി. നമ്മൾ രാവിലെ കൊടുക്കുക, വൈകിട്ട് കൊടുക്കുക, പിന്നെ ലൈറ്റ് അത്യാവശ്യമായിട്ട് ഇടുക. പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് പോച്ച കൊടുക്കുക. പിന്നെ ഗോതമ്പും നല്ലതാണ് കേട്ടോ. ഞാൻ മുളപ്പിച്ചാലല്ലാതെ കൊടുക്കുന്നത്. ആഴ്ച ഒരു ദിവസമൊക്കെ ഞാൻ ഇച്ചിരി അരിയും കൊടുക്കും. കാരണം വെച്ചാൽ മിണ്ടാപ്രാണികളില്ലേ, എന്നും ഒരേ ഐറ്റം തീറ്റി ആവരുതല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി വ്യത്യാസം വരണ്ടായി. അപ്പം BB380 ഒരിക്കലും നഷ്ടമല്ല. അവർക്ക് ആപത്തൊന്നും വരാതെയും അസുഖമൊന്നും വരാതെയൊക്കെ ഇരുന്ന് അവരെ സംരക്ഷിച്ച് നമ്മൾ നല്ല രീതിയിൽ മെനക്കെട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല കോഴി BB380 കോഴി. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു. വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ വീട്ടുവിശേഷം കാണണം, എൻ്റെ മക്കളെ കാണണമെന്നൊക്കെ പറഞ്ഞു. അവർ വീഡിയോ ഒക്കെ എടുത്തു തരുമെങ്കിലും വീഡിയോ വരാൻ വലിയ താല്പര്യമില്ല. എങ്കിലും ഓണത്തിനുള്ള വീഡിയോയിൽ അവരെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നാളെ ഉത്രാടമാണല്ലോ. അപ്പോൾ ഉത്രാട വിളക്കും ചെറിയ രീതിയിലുള്ള ആഘോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തിൽ അവരെ ഞാൻ ഉൾപ്പെടുത്തി ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇവിടം വരെയായി. ഉത്രാട ഒരുക്കമൊക്കെ ആയോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ.